പാലക്കാട് കുഴൽമന്ദം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സാ പിഴവെന്ന് പരാതി. വയറുവേദനയുമായി എത്തിയ കുഴൽമന്ദം സ്വദേശി അലീമയ്ക്ക് ഇഞ്ചക്ഷൻ നൽകിയതിന് പിന്നാലെ ഇടതുകാല് തളർന്നു എന്നാണ് പരാതി. കുടുംബത്തിന്റെ പരാതിയിൽ DMO അന്വേഷണത്തിന് ശുപാർശ നൽകി. കഴിഞ്ഞ മാർച്ച് 22-നാണ് അലീമ വയറുവേദനയെ തുടർന്ന് കുഴൽമന്ദം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയത്. വേദന മാറ്റുന്നതിന് അലീമയുടെ കയ്യിലും ഇടുപ്പിലും ഇഞ്ചക്ഷൻ നൽകി. കാലുവേദനയുണ്ടെന്ന് അപ്പോൾ തന്നെ ഡോക്ടറെ അറിയിച്ചെങ്കിലും മാറിക്കോളും എന്നായിരുന്നു മറുപടി. ദിവസങ്ങൾക്ക് ശേഷം കാലിൽ അമിതവേദനയും നടക്കാൻ പറ്റാത്ത അവസ്ഥയുമായെന്ന് അലീമ. ഇഞ്ചക്ഷൻ വെച്ച് ഒരു 10 മിനിറ്റ് പോലും ആയിട്ടില്ല, അപ്പോഴേക്ക് കാല് നടക്കാൻ പറ്റാണ്ടായി. അവിടെ നിന്ന് തന്നെ ഞാൻ പറയുകയും ചെയ്തു, നല്ല വേദനയുണ്ട്, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ ആ നേഴ്സ് പറഞ്ഞു വേദനിക്കുന്ന ഇഞ്ചക്ഷനാണ്, അത് കുറച്ച് നേരം ഉണ്ടാകും പറഞ്ഞു. ഇപ്പോൾ പാൽനീരാണ് കാണിക്കണത്. ഇപ്പോൾ എനിക്ക് ഒരടി നടക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കുഴൽമന്ദം PHCയിൽ വീണ്ടും എത്തിയപ്പോൾ വൈറ്റമിൻ കുറവ് മൂലമാണ് ബുദ്ധിമുട്ടെന്നും പതുക്കെ ശരിയാകും എന്നും മടക്കി അയച്ചതായി കുടുംബം ആരോപിക്കുന്നു. അലീമയുടെ ഭർത്താവ് ഫിറോസിന്റെ വരുമാനത്തിലാണ് 2 കുട്ടികൾ അടങ്ങുന്ന കുടുംബം കഴിയുന്നത്. നിലവിൽ ഫിറോസിനും ജോലിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. തുടർ ചികിത്സയ്ക്ക് ആവശ്യമായ പണം സർക്കാർ നൽകണമെന്നും ചികിത്സാ പിഴവ് വരുത്തിയ ഡോക്ടർക്കെതിരെ നടപടിയെടുക്കണമെന്നും ഭർത്താവ് ഫിറോസ്. എനിക്കിനിപ്പോൾ ചികിത്സയ്ക്ക് മുന്നോട്ട് പോകണമെങ്കിൽ പൈസ വേണം, എന്നോടത്ത് അതിന് വഴിയില്ല. ഇപ്പോൾ എനിക്ക് പണിക്കും പോകാൻ പറ്റുന്ന, വീട്ടിൽ എൻ്റെ വരുമാനത്തിലാണ് ഈ വീട് കഴിയണത്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ഒരു 3000-4000 ഓരോ ദിവസം പോകുമ്പോൾ വരുന്ന ബില്ല്. എനിക്ക് ഗവൺമെൻറ്റിൽ നിന്ന് ഇതിന് എന്തെങ്കിലും ഒരു നഷ്ടപരിഹാരം കിട്ടിയേ പറ്റൂ. കുടുംബത്തിന്റെ പരാതിയിൽ DMO വിശദ അന്വേഷണത്തിന് ശുപാർശ ചെയ്തു. ഇപ്പോൾ പ്രതികരിക്കാനില്ലെന്നാണ് ആശുപത്രി സൂപ്രണ്ടിന്റെ വിശദീകരണം. 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.